ഉച്ചവിരുന്ന് വിവാദത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തന മികവിനെ പ്രകീർത്തിച്ച് വീണ്ടും എൻ.കെ. പ്രേമചന്ദ്രൻ. എംപിയുടെ പ്രസംഗത്തിന് കയ്യടിയുമായി ബി.ജെ.പി. പ്രവർത്തകരും രംഗത്ത് വന്നു. കുണ്ടറയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണം പ്രധാനമന്ത്രി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയായിരുന്നു പ്രേമചന്ദ്രന്റെ പ്രസംഗം. അതേസമയം വിവാദ പ്രസംഗം നടത്തി മണിക്കൂറുകൾക്കകം കോൺഗ്രസ് വേദിയിലെത്തി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച പ്രേമചന്ദ്രൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും കയ്യടി നേടി. പ്രധാനമന്ത്രിയുടെ ഉച്ചവിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ കൊല്ലം എം പി എൻ.കെ. പ്രേമചന്ദ്രന് ബി.ജെ.പി. ബാന്ധവം ആരോപിച്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പരമാവധി നേട്ടമുണ്ടാക്കാൻ CPM-ഉം ഇടതുപക്ഷവും കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രേമചന്ദ്രന്റെ പുതിയ പരാമർശവും വിവാദത്തിലായിരിക്കുന്നത്. റെയിൽവേ മന്ത്രാലയം പദ്ധതി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അത് ഉദ്ഘാടനത്തിന്റെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം പൂർത്തീകരണം മാസത്തിൽ എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണം പ്രധാനമന്ത്രി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തതിനു പിന്നാലെയായിരുന്നു പ്രേമചന്ദ്രന്റെ ഈ പ്രസംഗം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മേൽനോട്ടം വഹിക്കുന്ന പദ്ധതികൾ കൃത്യമായി അവലോകനം ചെയ്യുമെന്ന പ്രേമചന്ദ്രന്റെ പ്രസംഗം കയ്യടിയോടെയാണ് ബി.ജെ.പി. പ്രവർത്തകർ സ്വീകരിച്ചത്. ഒപ്പം മോദിക്ക് ജയ്വിളിയും ഉയർന്നു. പദ്ധതികൾ ഓരോ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരീക്ഷിക്കുമെന്നും ആ പദ്ധതികൾ നടപ്പാകുമെന്ന് ഉറപ്പുണ്ടെന്നും ഒരു പടി കൂടി കടന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞുവെച്ചു. മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ പ്രേമചന്ദ്രൻ നേരെ എത്തിയത് കൊട്ടാരക്കരയിൽ കോൺഗ്രസിന്റെ സമരാഗ്നി വേദിയിലേക്ക്. അവിടെ നേരെ തിരിച്ച് മോദി ഗ്യാരണ്ടിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഗംഭീര പ്രസംഗം. മൂന്നാമതും ഞാൻ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ മൂന്നാമത്തേതായി മാറിത്തീരുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം രാഷ്ട്രീയമായിട്ടുള്ള ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും ഈ ഗവൺമെന്റിനെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ബി.ജെ.പിയുടെ ഔദാര്യവും മോദിയുടെ വാറണ്ടിയുമാണ് മുഖ്യമന്ത്രി ജയിലിൽ പോകാതിരിക്കാൻ കാരണമെന്ന് പറഞ്ഞ പ്രേമചന്ദ്രൻ പിണറായി മോദി അലിഖിത അപ്രഖ്യാപിത അന്തർധാരയാണ് കേരളത്തിലെന്നും പറഞ്ഞുവെച്ചു. മുഖ്യമന്ത്രിയുടെ പരനാറി പ്രയോഗത്തിനു പിന്നാലെ കഴിഞ്ഞ തവണ ഇടതുപക്ഷം ഉയർത്തിയ ബി.ജെ.പി. ബാന്ധവമെന്ന ആയുധം ഇത്തവണ CPM മൂർച്ച കൂട്ടി വീണ്ടും പരീക്ഷിക്കുമ്പോൾ പ്രേമചന്ദ്രന്റെ ഇത്തരം വിവാദ പരാമർശങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്നു കാണാം. സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.